ഇത് അനുഭവിച്ചറിയേണ്ടതാണ്. ഇതൊരിക്കലും ഇതിപ്പോൾ എന്നെ ഒന്ന് കാണിച്ചതാ, എൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കൊരു നിർബന്ധമൊന്നുമില്ല. പല ആളുകളും കാർമിക് സർക്കിളിൽ പെട്ട് സാമ്പത്തികം ഇല്ലാണ്ടായി, ബന്ധങ്ങൾ നശിച്ച്, ഒരു പക്ഷേ ലൈഫ് നശിച്ചു പോകേണ്ട ആളുകളുണ്ട്. നമ്മൾ ചെയ്ത കർമ്മം മാത്രമല്ല ഒരു പക്ഷേ നമ്മൾ അനുഭവിക്കുന്നത്, നമ്മുടെ അച്ഛനും അമ്മയും ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ പിതൃദോഷം എന്നൊക്കെ പറഞ്ഞു അത് വളരെ റിയലാണ്. അതും കൂടി നമ്മൾ അനുഭവിക്കേണ്ടത്. ഏതൊരു എനർജി ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീക്കായി പോകും. നമ്മൾ അവരുടെ എല്ലാ ഇമോഷൻസും എല്ലാ സാധനവും, അതായത് നമ്മൾ ചെയ്തതിന് ശേഷം അവർ ഓക്കെ ആവും. ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റി അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവും. ശരിയല്ലേ? അതെ. അമ്മ എന്ന് പറയുന്ന വാക്ക് എനിക്കും ദേവനും രണ്ട് ഫീലിങ്സാണ്. സജസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിന് അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ ഇത് സ്യൂഡോ സയൻസ് ആണെന്ന് പറഞ്ഞു. ഒരിക്കലും സ്യൂഡോ സയൻസ് അല്ല. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം എനിക്കറിയാം. എന്നെപ്പോലെ ഒരു 10 പേരെ എനിക്കറിയാം. കാരണം യു ഹാവ് ട്രീറ്റഡ് ഓൾ ഓഫ് us. അപ്പോൾ സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞ് ഇത് തള്ളിക്കളയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, സ്പിരിച്വാലിറ്റി എന്ന സാധനം എല്ലാവരും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. എല്ലാവർക്കും മാത്രമേ മനസ്സിലാവൂ, അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആർക്കും എല്ലാവർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനവും അല്ല. അതാ ഞാൻ ചോദിക്കാൻ കാര്യം, സ്പിരിച്വാലിറ്റി, ശരിക്കുള്ള സ്പിരിച്വാലിറ്റി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, ശരിക്കുമുള്ള അല്ലാതെ ഞാൻ സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ചിലപ്പം ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഫ്രോഡുകളായിരിക്കും. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതാണ് ഞാൻ ആദ്യം ചോദിച്ചു വന്ന ക്വസ്റ്റ്യൻ. സമാധാനം പോയാൽ നമ്മളില്ല, നമ്മുടെ ഒരു പോസിറ്റിവിറ്റിയും ഇല്ല, നമ്മുടെ ഒരു നെഗറ്റിവിറ്റിയും ഇല്ല, നമ്മൾ ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ പോയി നിൽക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ കൊണ്ട് ഒരാളുടെ കൈ കൊടുക്കരുത്. ഒരു പക്ഷേ ആ വ്യക്തിക്ക് വേണ്ടത് പണമല്ലേ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇതിൽ ആവശ്യമല്ലേ, നടത്ത്, അതങ്ങ് പൊക്കോട്ടെ എന്നങ്ങ് ചിന്തിച്ചാൽ മതി. അത് അതിൻ്റെ ആ ഒരു രീതിയിൽ അതങ്ങ് പോയി തീരാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നേരത്തെ തിരിച്ചറിഞ്ഞ് അങ്ങനെ ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ക്രിയായോഗ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ കുറേ കാർമിക് സൈക്കിളൊക്കെ മാറി നമ്മളൊരു പോസിറ്റീവ് സിറ്റുവേഷനിലേക്ക് വന്നെന്ന് വിചാരിച്ചോ, നമുക്ക് ഒരാൾ നമ്മൾ ഉപദ്രവിക്കാൻ വരികയാണോ, സഹായിക്കാൻ വരികയാണോ, നല്ല ആളാണോ, അതോ നമ്മൾ കൂട്ടുകൂടാൻ പാടില്ലാത്ത ടൈപ്പ് ഒരാളാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുമോ? ഒരു എനർജി വൈസ് നമുക്ക് മനസ്സിലാവും. ആദ്യം അതാണ് ഞാൻ പറയുന്നത്. ഈ എപ്പോഴും നിങ്ങൾ എന്തൊരു യോഗ ചെയ്യുമ്പോഴും എന്തൊരു സ്പിരിച്വൽ കറക്റ്റ് വേയിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റി ചെയ്താൽ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ചുറ്റും ഒരു കവചം വരും. ഇത് അനുഭവിച്ചറിയേണ്ടതാണ്. ഇതൊരിക്കലും ഇതിപ്പോൾ എന്നെ ഒന്ന് കാണിച്ചതാ, എൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കൊരു നിർബന്ധമൊന്നുമില്ല. പല ആളുകളും കാർമിക് സർക്കിളിൽ പെട്ട് സാമ്പത്തികം ഇല്ലാണ്ടായി, ബന്ധങ്ങൾ നശിച്ച്, ഒരു പക്ഷേ ലൈഫ് നശിച്ചു പോകേണ്ട ആളുകളുണ്ട്. അവരെ നമുക്ക് സഹായിക്കാൻ പറ്റൂല. അത് അവരുടെ വിദ്യ, അതിന് നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ള. അതായത് അവർ ചെയ്തിരിക്കുന്ന കർമ്മ. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതെന്ത് കർമ്മം? നമ്മൾ ചെയ്ത കർമ്മം മാത്രമല്ല ഒരു പക്ഷേ നമ്മൾ അനുഭവിക്കുന്നത്, നമ്മുടെ അച്ഛനും അമ്മയും ചെയ്ത കർമ്മത്തിന്റെ ഫലവും നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ പിതൃദോഷം എന്നൊക്കെ പറഞ്ഞു വരുന്നത് അത് വളരെ റിയലാണ്. അതും കൂടി നമ്മൾ അനുഭവിക്കേണ്ടത്. അത് ഒരു പക്ഷേ നമ്മളായിരിക്കും ഗ്ലെൻസ് ചെയ്യേണ്ടി പോകുന്നത്. ചിലപ്പോൾ നമ്മുടെ ഒരുപാട് പണമുണ്ട്, നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതാണ് ജനറേഷണൽ കേഴ്സസ് എന്ന് പറയുന്ന സാധനം. അതായത് നമ്മുടെ ജീൻ മെമ്മറി ഉണ്ടല്ലോ, ജീൻ മെമ്മറി നമുക്ക് പകർന്നു കിട്ടുന്ന ജീൻ മെമ്മറിയുടെ അകത്തും ഇതേ രീതിയിലുള്ള ഇമോഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം എൻ്റെ ഫ്യൂച്ചറിലും ബാധിക്കും എന്നുള്ളതാണ്. അതെ, പിന്നെ ഉറപ്പല്ലേ സാധനം. ഇനി ഇപ്പോൾ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഹീലിംഗ് ചെയ്യുന്നവർക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് ഭയങ്കര പ്രസക്തമായ ചോദ്യം. അതായത് ഇത്തരത്തിലുള്ള കാർമിക് സർക്കിളും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ, ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ഒരു പൊസഷൻ കേസ്, ലാസ്റ്റ് വന്നിരിക്കുന്ന പൊസഷൻ കേസ് എന്ന് പറയുമ്പോൾ ലൈക്ക് പ്രോപ്പർ അത് പ്രോപ്പർ കേസാണ്. അതായത് അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരുപാട് തെറാപ്പീസും ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ. ഞാൻ ചോദിക്കാൻ കാരണം, ഇവിടെ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ വേറൊരു പ്ലാറ്റ്ഫോമിൽ കാണുന്നുണ്ടായി. കാരണം പറഞ്ഞു വന്ന സാധനം വേറെ എന്തോ ആയിരുന്നു. പൊസഷൻ വേറെ, ഈ പറഞ്ഞ പോലെ നമ്മുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വേറെ എന്നുള്ളൊരു ഇതാണല്ലോ. പൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ആത്മാവിൻ്റെയോ എനർജിയുടെയോ സ്വാധീനത്തിൽ മാനസികമായും ശാരീരികമായിട്ടും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മറ്റൊരു എനർജിയുടെ കൺട്രോളായിരിക്കും നമ്മുടെ മുഴുവൻ കാര്യങ്ങൾ നിൽക്കുന്നത്. ആ എനർജി തീരുമാനിക്കും, അല്ലെങ്കിൽ ആ ആത്മാവ്, ആ സോൾ തീരുമാനിക്കും നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന്. നമ്മളിനി ചെയ്യാൻ പോയാൽ പോലും നമ്മളോട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അത്രയും അണ്ടർ കൺട്രോളാണ് ആ എനർജിയുടെ. അപ്പോൾ ഇതിനെയാണ് കേട്ടോ പൊസഷൻ കേസ് നമ്മൾ പൊതുവെ വിളിക്കുന്നത്, എക്സോസിസം പോലെയുള്ള കേസുകൾ വിളിക്കുന്നത്. പൊസഷൻ കേസുകൾ പല ടൈപ്പ് ഉണ്ട്. ചില പൊസഷൻ കേസുകൾ റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ മാത്രമേ നിൽക്കുള്ളൂ, അതൊരിക്കലും മറ്റൊരു ഇഷ്യൂവിനും ബാധിക്കില്ല. നിങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ദേവിന് അത്തരത്തിലുള്ളൊരു പൊസഷൻ കേസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, അത് മണി ബ്ലോക്ക് അല്ല. അതായത് നമ്മളെല്ലാ രീതിയിലും നശിപ്പിക്കില്ല. ചില പൊസഷൻ കേസുകൾ ഇത്തരത്തിലുള്ള സോൾ എനർജിയുടെ പ്രസൻസ് വരുമ്പോൾ റിലേഷൻഷിപ്പ് ബേസ് മാത്രമേ ഇഷ്യൂ ഉണ്ടാവുള്ളൂ. നല്ല പ്രൊഫഷണൽ ഉണ്ടാവും, നല്ല ശമ്പളം ഉണ്ടാവും, നല്ല കാർ ഉണ്ടാവും, നല്ല വീടുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു ബന്ധം നിലനിൽക്കില്ല. ഒരാൾ പോലും ദേവിനെ സഹായിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ അടുത്ത് നിർത്തൂല, അടിച്ച് തെറിപ്പിച്ചളയും.
അല്ലെങ്കിൽ പക്ഷേ ഞാനൊന്നൊരു കുറച്ച് സ്കെപ്റ്റിക്കലായിട്ട് ഞാൻ ചോദിച്ചത് അത്. പക്ഷേ ഈ വന്ന കാലത്ത് എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പോകുന്നു. 90% ആൾക്കാർക്കുണ്ട്. അതാണ് പറഞ്ഞ സൈക്കോളജിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത്. ആ ഇഷ്യൂവിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഈ പൊസഷൻ കേസുള്ള 10% ആൾക്കാരെ പറ്റി പറയുന്നത്. ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. അതായത് ഇവർ ഒരിക്കലും ഇപ്പോൾ ഒരു പാർട്ണർ, ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് വന്ന കേസ്, ആ വ്യക്തി വളരെ അടിപൊളിയാണ്. മറ്റൊരു റിലേഷൻഷിപ്പില്ല, ഒരു അവിഹിതമില്ല, മറ്റു ഒരു രീതിയിലുള്ള ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഒരാളാണ്. ആ ആൾക്ക് എന്ത് പറ്റിയപ്പോൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? നമുക്ക് പലപ്പോഴും നമുക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കാണാൻ തപ്പി പോകുമ്പോൾ ഒന്നുകിൽ നമ്മുടെ പാർട്ണർ ശരിയല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ മാനസികമായ ഇഷ്യൂസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നിന്നാണല്ലോ നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊന്നുമില്ലാത്തൊരു വ്യക്തിക്ക് പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അവിടെയാണ് നമ്മളിത് പൊസഷൻ ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ബാക്കി എല്ലാ ഫാക്ടേഴ്സും ക്ലിയർ ആണെന്ന് കാണുമ്പോൾ. എല്ലാ ഫാക്ടേഴ്സും ക്ലിയർ ആണെങ്കിൽ മാത്രമേ, അതായത് നമ്മൾ ഒരുപാട് എക്സാമിനേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ നമ്മളൊരു കേസ് പൊസഷൻ നമ്മൾ എടുക്കുള്ളൂ. പൊസഷൻ കേസ് ആണെങ്കിൽ പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് മുഴുവൻ ചേഞ്ച് ആക്കും. ചേഞ്ച് ആക്കിയതിന് ശേഷം പിന്നെ മുഴുവൻ എനർജി ബേസിലാണ് അത് ചെയ്യുന്നത്. എനർജി ബേസിലും പ്രാർത്ഥന ബേസിലായിരിക്കും സാധനം ചെയ്യുന്നത്. ഈ സാധനം പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന കേസ് ഒരുപാട് കൗൺസിലിങ്ങും ഒരുപാട് തെറാപ്പീസും ഒരുപാട് കാര്യങ്ങളും ചെയ്ത് ഒരുപാട് അമ്പലങ്ങളിൽ പോകുന്നു, പഴനി മുരുകൻ്റെ അടുത്ത് പോകുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനമാണ് എൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ അടുത്ത് വന്നിരുന്നതിന് അവിടെ ഇരുന്നു ഒരു പ്രോസസ്സ് ഉണ്ട് നമുക്ക്. ആ പ്രോസസ്സ് ചെയ്തതിന് 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ പൊസഷൻ പുറത്തോട്ട് അടിക്കാൻ തുടങ്ങി. അതായത് സൗണ്ട് മാറി, സ്മെല്ല് മാറി, രൂപം മാറി, മൊത്തം ചേഞ്ചായി. രൂപം മാറി എന്ന് പറയുന്നത് ഫേസ് മൊത്തം നമ്മൾ ആ വന്നിരുന്ന ആളായിരിക്കില്ല, പിന്നെ റിയാക്ഷൻസ് ഒക്കെ മാറും. അതായത് നമ്മളോട് അനാവശ്യമായ പകയായിരിക്കും ആ വ്യക്തിക്ക്, എൻ്റെ അടുത്ത് പകയായിരിക്കും. അതായത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, രണ്ടാമത്തെ ഇതേ വ്യക്തിനെ വീണ്ടും ഓൺലൈൻ സെക്ഷൻ ചെയ്യുന്നു. ഈ ഓൺലൈൻ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ 2 പേരുണ്ടായി. 2 പേർക്കും മാനസികമായിട്ട് അവർ വീക്കായി. ഞാൻ തിരിച്ചറിയുന്നുണ്ട് മാനസികമായി. അതായത് നമ്മൾ ഈ ഇത്തരത്തിലുള്ള പൊസഷൻ കേസുകൾ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഞാനൊരു ഓൺലൈൻ സെക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. ഈ വ്യക്തിക്ക് ഓൺലൈൻ സെക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങ് അൺകൺട്രോളായി. റോസിന് ഇരുന്ന സ്ഥലത്ത് വേറെ അതായത് നമുക്കിത് ഓൺലൈനും ചെയ്യാൻ പറ്റും, ഓൺലൈനും ഓഫ്ലൈനും നമുക്ക് സാധനം ചെയ്യാൻ പറ്റും. മറ്റൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. കൺസൾട്ടേഷൻ ഭാഗമായിട്ട് നമ്മൾ എമർജൻസി എനർജി ഷെയർ ചെയ്തുകൊണ്ട് എനർജി ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. എനർജി ഷെയർ ചെയ്ത് എന്താണ് ഇഷ്യൂ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതായി 2 പേരും അതിൻ്റെ കൂടെ നിൽക്കുന്നതിനൊരു ബുദ്ധിമുട്ടായി. പക്ഷേ ഇവിടെ നിന്നല്ല ഇതിൻ്റെ ബുദ്ധിമുട്ട്. ശേഷം 4 പേരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ബ്ലോക്ക് വന്നു. 4 പേരും എന്നോട് ഭയങ്കര വേറെ രീതിയിൽ എൻ്റെ അടുത്ത് പെരുമാറുന്നത്. അതായത് ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ എടുക്കുമ്പോൾ അതിനെ തടയാൻ വേണ്ടി മാക്സിമം ഹീലിംഗ് ചെയ്യുന്ന, ഇപ്പം എൻ്റെ അടുത്തോട്ടാണെങ്കിലും പല രീതിയിലുള്ള ബ്ലോക്ക് വരും. അത് എടുക്കാൻ പറ്റില്ല, അത് എന്തിനെടുക്കുന്നത്, ആ പ്രശ്നങ്ങളല്ലേ, അത് അങ്ങനെയല്ലേ, ഇത് ഇങ്ങനെയല്ലേ. അതായത് എന്നെ ബാധിക്കണമെങ്കിൽ എനിക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ ആ എനർജിക്ക് ഒരിക്കലും ബാധിക്കില്ല. ആ എനർജി എന്താ ചെയ്യുന്നത്? എനിക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ മൊത്തം ഡിപ്രസ്ഡ് ആക്കും. മനസ്സിലായി? അനാവശ്യമായ ഇഷ്യൂസ് എൻ്റെ അടുത്തൊക്കെ ക്രിയേറ്റ് ആക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും ഒരു പക്ഷേ വയറുവേദനയോ അല്ലെങ്കിൽ ശരീരവേദനയോ തലവേദനയോ ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ കൂടെ എൻ്റെ കൂടെ ഇരുന്ന് കഴിയുമ്പോൾ അത് എന്തുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ലോക്ക് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇത്ര കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലോക്ക് ഇടും, വേറൊരു തലത്തിൽ നിൽക്കുന്നുണ്ടല്ലോ. അതെ, ലോക്ക് ഇടുന്ന ശേഷം ആ എനർജി എന്നിലോട്ട് പാസ്സാക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, നമുക്ക് ലക്ഷ്മണരേഖ പോലെയുള്ള പ്രത്യേക തരം ക്രിയകളും നമുക്കുണ്ട്, നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ലൈഫ് പണയം വെച്ചിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എപ്പോഴും മനസ്സിലാക്കണം, ഇത് എൻ്റെ ലൈഫാണ് ഞാൻ പണയം വയ്ക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താ, എന്നെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ല. എനിക്ക് എന്തെങ്കിലും പറ്റുകയോ എനിക്കെന്തെങ്കിലും സംഭവിക്കുകയോ എന്നെ സംരക്ഷിക്കേണ്ടത് യൂണിവേഴ്സലാണ്. ഞാൻ നിൽക്കുന്നത് മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. മറ്റുള്ള മനുഷ്യരുടെ ഉള്ളിലുള്ള ചൈതന്യം ദൈവികമായ ചൈതന്യം, ആ ചൈതന്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന എൻ്റെ ഉത്തരവാദിത്തം ഞാൻ വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ ഏറ്റെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ നിൽക്കുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് ഭയവും ഇല്ല. മനസ്സിലായോ? അപ്പോൾ ലാസ്റ്റ് കേസ് എനിക്ക് അത്തരത്തിലുള്ള ഇഷ്യൂസ് വന്നു എന്ന് ഞാൻ പറയായിരുന്നു. അപ്പോൾ നമ്മൾ ഏതൊരു എനർജി ഹീൽ ചെയ്യുമ്പോഴും ഈ പറയുന്ന കാർമിക് സർക്കിൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് സംഭവിക്കും. ഇപ്പോൾ ഇതിന് മുന്നത്തെ ഒരു സെക്ഷൻ ഞാൻ 2 ദിവസം കിടപ്പിലായിപ്പോയി. പറഞ്ഞ ആളുകൾ വിശ്വസിക്കുമോ? ഇല്ല. ഏതൊരു എനർജി ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീക്കായി പോകും. നമ്മൾ അവരുടെ എല്ലാ ഇമോഷൻസും എല്ലാ സാധനവും, അതായത് നമ്മൾ ചെയ്തതിന് ശേഷം അവർ ഓക്കെ ആവും. ഞാൻ ഓക്കെ, എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു. എവിടെയായി ഓക്കെ പോയേ? എന്നിലോട്ട് ട്രാൻസ്ഫർ ആവുന്നത്. ഞാനെ കൊണ്ടുപോകണ്ടേ, ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ പോയിട്ട് ഇനി ഇരുന്ന് അടുത്ത സെക്ഷൻ എടുത്തിട്ട് ഞാൻ ക്ലിയർ ചെയ്യണം. മനസ്സിലായോ? ഇത് അങ്ങനെയാണ്, ഇത് എനർജി ട്രാൻസ്ഫർ ആണ്. പലപ്പോഴും ഈ പറയുന്ന നമ്മൾ ഈ പ്രോസസ്സ്, ഈ പറയുന്ന സ്പിരിച്വാലിറ്റി അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. ശരിയല്ലേ? അതായത് തീർച്ചയായും അനുഭവിക്കാത്തവർക്ക് ഇത് മനസ്സിലാവില്ല. അതുകൊണ്ട് വിശ്വാസമുണ്ടോ വിശ്വാസമില്ലെന്നൊക്കെ മറ്റൊരു വിഷയമാണ്. വിശ്വാസം ഉണ്ടാവണമെങ്കിൽ അനുഭവിക്കണം, അല്ലേ? അമ്മ എന്ന് പറയുന്ന വാക്ക് എനിക്കും ദേവനും 2 ഫീലിങ്സാണ്.
ശരിയല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും 2 ഫീലിങ്സാണ്. ചിലവർക്ക് അമ്മയോട് ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് അമ്മയോട് ഇഷ്ടമില്ലായിരിക്കും. കാരണം എന്താ? അവരുടെ അമ്മയും അവരും തമ്മിലുള്ള അവർക്ക് മാത്രമേ അറിയുള്ളൂ ആ ഇമോഷൻ എന്താണെന്ന്. ചിലവർക്ക് അങ്ങനെയല്ലേ? അച്ഛൻ എന്ന് പറയുമ്പോൾ ചില ആളുകൾ കരയും, പൊട്ടിക്കരയും, അയ്യോ എൻ്റെ അച്ഛൻ എന്നും പറഞ്ഞ് സങ്കടപ്പെടും. ചില ആൾക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ പുച്ഛോ. എന്താ കാരണം? ആ വ്യക്തി, ആ അച്ഛൻ ഈ മകനോട് ചെയ്തിരിക്കുന്ന കാര്യം ആ മകന് മാത്രമേ അറിയുള്ളൂ. ആ ഇമോഷൻ അതുപോലെ ആ വാക്ക് എന്ന് പറയുന്ന ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളിതിനെ ജനറലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന കാര്യം ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി. അതാണ് ഞാൻ ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞത്. ഒരു സ്പിരിച്വാലിറ്റി ഓരോ വ്യക്തികളുടെ ഇൻടേക്ക് പോലെ ഇരിക്കും, എങ്ങനെ മനസ്സിലാക്കുന്നത് പോലെ ഇരിക്കും. പക്ഷേ എല്ലാവർക്കും ഒരേ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അല്ലേ? ഓൾമോസ്റ്റ് ഇപ്പം സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി ക്രിയായോഗ വഴി റോജ് പ്രാക്ടീസ് ചെയ്യുന്നത്. ആക്ച്വലി ക്രിയായോഗ എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് മാത്രമാണ്. ക്രിയായോഗ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള എനർജീനെ ബൂസ്റ്റ് ചെയ്യുന്ന, നമ്മൾ അടുത്ത തലത്തിലോട്ട് കണക്റ്റ് ആവുന്ന ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. ഇത് ഉപയോഗിക്കുന്ന ക്രിയായോഗയല്ല. ഈ മെഡിറ്റേഷൻ ടെക്നിക്കിൽ നമുക്ക് കിട്ടുന്ന സിദ്ധികളിൽ ഒന്നാണ്. പല ടൈപ്പ് ഓഫ് സിദ്ധികളുണ്ട് നമുക്ക്. അതിനകത്ത് ഓരോ വ്യക്തികൾക്കും ഇപ്പം എൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഒരു പക്ഷേ എനിക്ക് അത് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതിന് ക്രിയായോഗ മെസ്മറിസമായിട്ട് ഒരു ബന്ധമില്ല. ഇത് ആക്ച്വലി ഒരു സിദ്ധിയാണ്. പലപ്പോഴും നമുക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന ഒരാളുടെ ഇമോഷൻ എൻ്റെ അടുത്ത് പറയുക പോലും വേണ്ട. എനിക്കത് അറിയില്ല എന്തുകൊണ്ടാണെന്ന്. പറയണ്ട, സംസാരിക്കേണ്ട, നമുക്കത് മനസ്സിലാവും. നമ്മൾ ആ എനർജി കണക്റ്റ് ആവുന്നത്. ഇനി ചില ആളുകൾ നമ്മളാ കോഡ് കട്ട് ചെയ്തോളൂ. നമുക്ക് എല്ലാവർക്കും സഹായിക്കാൻ പറ്റും. എല്ലാവരും സഹായിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ കാർമിക്കിന്റെ അത് അവർ അനുഭവിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിച്ച് നോക്ക്, എൻ്റെ ജീവിതം ഞാൻ ഒട്ടും സുഖകരമല്ലാതെ ജീവിച്ചു വന്നൊരു വ്യക്തിയാണ്. അത് എന്തുകൊണ്ടാണ്? ദൈവമില്ലാത്തതുകൊണ്ടാണോ? അല്ല, എൻ്റെ ഇല്ലായ്മകളും എൻ്റെ പ്രശ്നങ്ങളുമായിരുന്നു എൻ്റെ അടുത്ത ചവിട്ടുപടി. അത് സംഭവിച്ചാൽ മാത്രമേ ഞാൻ വളരുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ വളരെ കംഫർട്ടായിട്ട് എൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് പണമുണ്ട്, എൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് സമ്പത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ ഒതുങ്ങിപ്പോവും. എപ്പോഴും സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയും, ഇപ്പോൾ നമ്മളാണെങ്കിലും ഇപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് സ്പിരിച്വൽ ആവാം എന്ന് ചിന്തിക്കുന്ന നിമിഷം മുതൽ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. പക്ഷേ ഓരോ പ്രശ്നങ്ങൾ വരും, അത് മാറും, അടുത്ത പ്രശ്നം വരും, അത് മാറും. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, സന്തോഷം അത് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇവർക്ക് ആർക്കും അതിനെ ടച്ച് ചെയ്യാൻ പറ്റില്ല. ഈ എന്ത് പ്രശ്നം നിങ്ങൾക്ക് വന്നോട്ടെ, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് ഇരിക്കുമില്ലേ, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും, കടങ്ങളുണ്ടാവും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും, നിങ്ങൾക്ക് പാർട്ണറായിട്ട് ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആനന്ദം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ ആനന്ദം നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഹാപ്പിനെസ് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അത് ഇഷ്യൂ അല്ലേ, അത് ഇഷ്യൂ ആയിട്ട് കാണും. അതിൻ്റെ സൊല്യൂഷൻ അല്ലേ, സൊല്യൂഷനായിട്ട് കൊടുക്കും. അതല്ലാതെ ആ ഇമോഷൻ ഒരിക്കലും ഇനി നിങ്ങൾ ശ്രമിച്ചാൽ പോലും നിങ്ങൾക്ക് ആ ഇമോഷൻ കിട്ടില്ല. നിങ്ങളുടെ ഓറ അത്രയും ടൈറ്റാണ്, നിങ്ങൾ അത്രയും എനർജി ഡെവലപ്പ് ചെയ്തിരിക്കുക. അതായത് ഈ പറയുന്ന ഇത്തരത്തിലുള്ള എനർജി ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങളിലോട്ട് വരുന്ന എനർജീനെ റിഫ്ലക്റ്റ് ആവും. അതായത് ഇപ്പം നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളിലേക്ക് ആഡ് ആവും ചെയ്യും. പോസിറ്റീവ് ആണെങ്കിലും നമ്മളിലോട്ട് ആഡ് ആവാം, നിർബന്ധമില്ല. നമുക്കത് വേണ്ടെങ്കിൽ എല്ലാ പോസിറ്റിവിറ്റി നമുക്ക് വേണം, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലേ? അല്ല, നമ്മളല്ല ചൂസ് ചെയ്യേണ്ടത്. ഇതൊരു ബോധപരിണാമം. നമ്മളിതൊന്നും തീരുമാനിക്കേണ്ട. നമ്മൾ വളരെ കൃത്യമായി മുന്നോട്ട് പോവുക മാത്രം ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ ഇപ്പോൾ പല സിദ്ധന്മാരും എങ്ങനെയാണ് ആ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലോട്ട് ആവുന്നത്, അവർ ആ ക്രിയ ചെയ്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സ് ചെയ്ത് അവരുടെ ബോധം വികസിക്കുക. അതാണ് ഞാൻ പറയുന്നത്. അതൊരു ബോധമാണ്. അതായത് നമുക്ക് 100 വർഷം കൊണ്ടോ 1000 വർഷം കൊണ്ടോ സംഭവിക്കേണ്ട, ഒരു മനുഷ്യന് സംഭവിക്കേണ്ട ബ്രെയിൻ എക്സ്പാൻഷൻ ഈ മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെഡിറ്റേഷനിലൂടെ ഒരുപാട് മെഡിറ്റേഷൻ, എനിക്ക് തോന്നുന്നു 300 കോടിയിലധികം ടൈപ്പ് ഓഫ് മെഡിറ്റേഷനാണ് ഇന്ത്യയിലുള്ള അവൈലബിൾ ആയിട്ടുള്ളത്. 300 കോടി ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ഒരുപാടുണ്ട്. ഓരോ ആംഗിളിലും ഇപ്പം ഞാൻ പറഞ്ഞ ക്രിയായോഗിൽ എത്തണമുണ്ട്, ഓരോ ബ്രീത്തിങ്ങിൽ എത്തണമുണ്ട്. അതിങ്ങനെ ഒരുപാടുണ്ട്, നമുക്ക് എണ്ണിയാൽ പോലും തീരില്ല. ഹഠയോഗമുണ്ട്, യോഗകളുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, എന്ന് മുതലുള്ള മുദ്രകളുണ്ട്, എന്ന് മുതൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെന്ന് പറയുന്ന എനർജീനെ ഹയർ ആക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ഹയർ ആയാൽ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, നമുക്ക് പിന്നെ ഒരു പ്രശ്നങ്ങളും സംഭവിക്കില്ല. അതായത് ഹീലിംഗ്, നമ്മുടെ എനർജി തന്നെ ഉപയോഗിച്ച് നമ്മൾ ഹീൽ ചെയ്ത് നമ്മുടെ എനർജിനെ നമ്മൾ തന്നെ ലോക്ക് ചെയ്ത്, ഇവിടെ മറ്റുള്ള സഹായം വേണ്ടാന്നേ. എന്തിനൊരു ഹീലർ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും വേണം. നിങ്ങളിൽ എന്താ സംഭവിക്കണം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അല്ല, ഞാൻ ലേശം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ ഈ മറ്റേ തവളയുടെ എന്തോ കുത്തിവെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഹീലിംഗ് അതെങ്ങനെയാണ്? അത് ഹൗ ഇസ് ദാറ്റ്? എനിക്ക് അതിൻ്റെ പോയിന്റ് മനസ്സിലായില്ല. കാരണം ഹ്യൂമൻ ബോഡി ഓൾറെഡി കെമിക്കലി കോമ്പോസിഷൻ ഉള്ളൊരു